മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന CPIM പ്രവർത്തകൻ മരിച്ചു. കണ്ണൂർ അരിയിലെ വള്ളേരി മോഹനാണ് മരിച്ചത്. 2012 ഫെബ്രുവരി 21-നാണ് മോഹനനെ ലീഗുകാർ ആക്രമിച്ചത്. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എപ്പോഴായിരുന്നു മരണം? ഏതാണ്ട് 13 വർഷമായി കിടപ്പിലാണ്, ചികിത്സയിലാണ് മോഹനൻ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, 2012 ഫെബ്രുവരി 21-ന് രാത്രിയായിരുന്നു CPIM പ്രവർത്തകനായിരുന്ന വള്ളേരി മോഹനനെ മുസ്ലിം ലീഗിന്റെ സംഘം ആക്രമിച്ചത്. വടിവാളുകളും മാരകായുധങ്ങളും ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ച ശരീരമാസകലം വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ഈ സംഘം തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെട്ടി കാട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച മകനും ആ സമയത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന മകൻ ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അന്ന് വലിയ ഭീകര അന്തരീക്ഷമാണ് മുസ്ലിം ലീഗ് ഈ അരിയിൽ പ്രദേശത്ത് സൃഷ്ടിച്ചത്. ഈ പരിക്കേറ്റ മോഹനനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും സമ്മതിച്ചില്ല. വാഹനങ്ങൾ തടയുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീട് മറ്റൊരു വഴിയിലൂടെയെല്ലാമാണ് ആംബുലൻസിൽ മോഹനനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അന്ന് പരിക്കേറ്റ് ശരീരമാസകലം വെട്ടേറ്റിരുന്നു. പിന്നീട് ഒരിക്കലും ഈ CPM പ്രവർത്തകനായ വള്ളേരി മോഹനന് ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 13 വർഷമായി ചികിത്സയും അതോടൊപ്പം തന്നെ പലവിധ ചികിത്സയുമായി കിടപ്പിൽ കഴിയുകയായിരുന്നു മോഹനൻ. കണ്ണൂർ AKG ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെയാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം കണ്ണൂർ AKG ഹോസ്പിറ്റലിൽ നിന്നും അരിയിലേക്ക് കൊണ്ടുപോകും. അവിടെ പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വച്ചതിന് ശേഷം ഇപ്പോൾ മാതമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചു വരുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകും. നാളെ രാവിലെ 10 മണിക്കാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. ഏതായാലും ഈ കണ്ണൂർ ജില്ലയിൽ ഈ അരിയിൽ പട്ടുവ മേഖലയിൽ RSS ഈ മുസ്ലിം ലീഗ് നടപ്പാക്കിയിട്ടുള്ള ഒരു വലിയ അക്രമ പരമ്പര തന്നെ ആ സമയത്ത് അരങ്ങേറിയിരുന്നു. ആ സമയത്താണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനെയും TV രാജേഷിനെയും ഉൾപ്പെടെ ഈ സ്ഥലത്തു വെച്ച് ആക്രമിക്കുന്ന സംഭവം ഉണ്ടായ. അവിടെ പത്രവിതരണക്കാരനായ CPM പ്രവർത്തകനെ ആക്രമിച്ചുകൊണ്ടായിരുന്നു ഈ അക്രമ സംഭവങ്ങളുടെ തുടക്കം. ഈ CPM പ്രവർത്തകരുടെ അക്രമം നേരിട്ട CPM പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കാനായി പോകുന്ന സമയത്താണ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനെയും അതോടൊപ്പം തന്നെ TV രാജേഷ് MLA ഉൾപ്പെടെയുള്ളവർക്ക് നേരെയും വലിയ ആക്രമണം ഉണ്ടായത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാത്രിയാണ് വള്ളേരി മോഹനനെ വീട്ടിൽ കയറി. അന്ന് ഈ ഒരു സാധാരണ CPIMന്റെ പ്രവർത്തകനായിരുന്നു വള്ളേരി മോഹനൻ. നേതൃനിലയിലുള്ള ആളായിരുന്നില്ല. ആശാരിപ്പണിയെല്ലാം എടുത്ത് ജീവിക്കുന്ന ഒരു കൂലി തൊഴിലാളിയായ സാധാരണ CPM പ്രവർത്തകനായിരുന്നു. CPM ഈ മോഹനനെ വീട്ടിൽ കയറി അതിക്രൂരമായി ഈ മുസ്ലിം ലീഗിൻ്റെ അക്രമി സംഘം അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയി ശരീരമാസകലം തലക്കുൾപ്പെടെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം മരിച്ചെന്ന് കരുതി അവിടെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. പിന്നീട് അത്ഭുതകരമായാണ് മോഹനൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. പക്ഷേ പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 13 വർഷമായും ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് കണ്ണൂർ AKG ആശുപത്രിയിൽ വെച്ച് ഈ മോഹനൻ രക്തസാക്ഷിത്വം വരിച്ചത്. ഷമി, സന്തോഷ്, ഈ അരിയിൽ ഭാഗത്ത് ലീഗിന്റെ ഗുണ്ടകൾ നടത്തുന്ന CPIMന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ഒരു തുടർക്കഥയായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനെ അതിശക്തമായി പ്രതിരോധിക്കാൻ CPIM മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ ഏതാണ്ടൊരു മുന്നറിയിപ്പ് പോലെ മോഹനനെ അവർ ആക്രമിക്കുകയായിരുന്നു. CPIMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ ഇവർ ആക്രമിച്ചു. അതിൻ്റെ അടുത്ത ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് ആ 2012 ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്, ഈ അരിയിൽ എന്ന് പറയുന്നത് തളിപ്പറമ്പിനടുത്ത പട്ടുവത്തിനടുത്ത ഒരു പ്രദേശമാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ വലിയ ശക്തി കേന്ദ്രമാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളെയും അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് പച്ച പെയിൻ്റ് അടിക്കുക, CPM പ്രവർത്തകരുടെ വീട് ആക്രമിക്കുക, അങ്ങനെ അവിടെ നിന്നും അവരെ താമസം മാറി പോകുന്നതിനായി ഇത്തരത്തിൽ തുടർച്ചയായ ആക്രമണം നടത്തുക, അതിനെ മുസ്ലിം ലീഗ് അവരുടെ സ്വന്തം സ്ഥലമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ആ സംഭവങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെയാണ് തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും CPIMന്റെ പ്രവർത്തകന്മാർക്കെതിരെ കടന്നാക്രമണം ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്തത്. അന്ന് ഈ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനും അന്ന് കല്യാശ്ശേരി MLA ആയിരുന്ന TV രാജേഷ്, CPM നേതാവ് TV രാജേഷും അതോടൊപ്പം തന്നെ CPMന്റെ പ്രാദേശിക നേതാക്കളും എല്ലാം തന്നെയും ഈ ആക്രമിക്കപ്പെട്ട CPM പ്രവർത്തകരെ സന്ദർശിക്കാനായി, അവരുടെ വീടുകൾ സന്ദർശിക്കാനായി അവിടേക്ക് പോകുന്ന വഴിയാണ് അരിയിലിൽ വെച്ച് ഈ P ജയരാജന്റെ വാഹനത്തിന് നേരെ വലിയ ആക്രമണം സംഘം ചേർന്ന്
എത്തിയ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത്. അന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ട വാഹനത്തിന് നേരെ കല്ലേറും വലിയ ആക്രമണവും ഉണ്ടായി. അവിടെ നിന്നും പി ജയരാജനും CPM നേതാക്കളും രക്ഷപ്പെട്ട് പോവുകയായിരുന്നു. പിന്നീട് അവിടെ വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം തുടർച്ചയായി ഉണ്ടാവുകയായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ വള്ളേരി മോഹനനെ വീട്ടിൽ കയറി ഈ മുസ്ലിം ലീഗിൻ്റെ അക്രമി സംഘം പിടിച്ചുകൊണ്ടു പോവുകയും ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച് മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ച് പോവുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് ഇത് മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവിടെയുള്ളവർ ശ്രമിച്ചപ്പോൾ അതുപോലും അന്ന് റോഡ് തടയുന്ന സ്ഥിതി ഉൾപ്പെടെ ഉണ്ടായി. അത്തരത്തിൽ വലിയ അക്രമ സംഭവങ്ങളാണ് ആ സമയത്ത് അരങ്ങേറിയത്. ഏതായാലും അതിനുശേഷം കഴിഞ്ഞ 13 വർഷമായും വള്ളേരി മോഹനൻ എന്ന CPM പ്രവർത്തകന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു CPM പ്രവർത്തകനായിരുന്നു. പിന്നീട് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റ് ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത വിധം കിടപ്പിലായിരുന്നു ഇത്രയും വർഷം. 13 വർഷമായി ജീവിക്കുന്ന രക്തസാക്ഷിയായി കഴിയുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് കണ്ണൂർ AKG ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കണ്ണൂർ ജില്ലയിലെ അരിയിൽ പ്രദേശത്ത് ഒരു കാലത്ത് മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള തീർച്ചയായും സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലീഗ് ആക്രമണത്തിൽ കഴിഞ്ഞ 13 വർഷമായി ചികിത്സയിലായിരുന്ന മോഹനൻ മരിച്ചു. അതിൻ്റെ വിവരങ്ങൾ നൽകിയത് സന്തോഷ്.